നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം 50% കൂടുതൽ ആളുകൾ ടെക്നോളജി ഇത്രയും വ്യാപകമാകുന്നതിന് മുമ്പുള്ള ഒരു കാലത്ത് ജനിച്ച ആളുകളാണ്. അങ്ങനത്തെ ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് ഒരു IT മൈഗ്രൻ്റ് ആയിട്ടുള്ള സിറ്റിസൻസ് എന്ന് പറയും. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഇൻഫർമേഷൻ ടെക്നോളജിയുമൊക്കെ വളരെ വ്യാപകമായി കഴിഞ്ഞതിനു ശേഷം ജനിക്കുകയും അവിടെ പഠിച്ച് വളരുകയും ചെയ്ത ആളുകളെ നമ്മൾ IT നാറ്റീവ്സ് എന്ന് പറയും. എന്തായാലും IT നാറ്റീവ്സും IT മൈഗ്രൻസും ഉൾക്കൊള്ളുന്ന ഈ ഒരു ഓഡിയൻസിൽ ജ്വല്ലറി സെഗ്മെൻറ്റുമായി ബന്ധപ്പെട്ട ടെക്നോളജിയുടെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് ഒരു 250 വർഷങ്ങൾക്ക് മുമ്പാണ് ലോകത്ത് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്, സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി. അതിനു മുമ്പ് വരെയും മനുഷ്യൻ്റെ മസിൽ, അതുപോലെ തന്നെ മൃഗങ്ങളുടെ കായിക ശേഷി, ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നത്. പിന്നീട് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചു സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ 250 വർഷത്തിൻ്റെ ഈ കാലഘട്ടത്തെ നമ്മൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് സാധാരണഗതിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അതിൻ്റെ 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഒരു 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന പ്രയോഗം വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. മുമ്പുണ്ടായിരുന്നത് പോലെയല്ല. നേരത്തെ മെഷീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത സ്റ്റീം, അതിനെ ഡിപ്പെൻഡ് ചെയ്തു വന്നിരുന്ന വ്യാവസായിക വിപ്ലവം, പിന്നീട് ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തം, അതിനുശേഷം ഓട്ടോമേഷൻ, ഇതാണ് 2ഉം 3ഉം കാലഘട്ടം. എന്നാൽ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനമായ പ്രത്യേകത എന്താണോ മനുഷ്യൻ സാധാരണ അയാളുടെ കായിക ശേഷി കൊണ്ടും ബുദ്ധിശേഷി കൊണ്ടും അയാൾക്ക് നിർവഹിക്കുവാൻ കഴിയുന്നത്, ഇതെല്ലാം നിർവഹിക്കുവാൻ കഴിയുന്ന ടെക്നോളജിയുടെ കാലഘട്ടത്തെയാണ് നമ്മൾ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യന് 5 സെൻസുകളുണ്ട്. കാണുക, കേൾക്കുക, രുചിക്കുക, ഫീൽ ചെയ്ത്, ടച്ച് ചെയ്ത്, ഫീൽ ചെയ്ത് അറിയുക എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ 5 പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുവാനും ചെയ്യുന്ന കാര്യങ്ങൾ, അതത്രയും അതുപോലെ ചെയ്യാൻ കഴിയുന്ന മെഷീനുകളുടെ കാലഘട്ടത്തെയാണ് നമ്മൾ AI ടെക്നോളജിയുടെ കാലഘട്ടമെന്നോ അതല്ലെങ്കിൽ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നോ കോഗ്നിറ്റീവ് ഓഫ് തിങ്സ് എന്നോ പേരിലൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതാണ്. സാധാരണ ഇതുവരെയും ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഏതൊരു രംഗത്തും, വിദ്യാഭ്യാസമാകട്ടെ, ഹെൽത്ത് കെയർ ആകട്ടെ, ബിസിനസ് രംഗത്താകട്ടെ, ടെക്നോളജിയെ ഇത്തിരി അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ താൽക്കാലികമായ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം, താൽക്കാലികമായ ഒരു ടൂൾ എന്നതിനേക്കാൾ അപ്പുറം ഇൻഡസ്ട്രിയുടെ ഭാഗമായി ഇഴുകിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി. ഈ മാറ്റത്തെ, ഈ ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷനെ ആരാണോ ഉൾക്കൊള്ളാതെ പോകുന്നത്, തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്ത് നിന്നും ഹെൽത്ത് കെയറിൽ നിന്നുമൊക്കെ അവർ പിന്നാക്കം പോകുന്നത് പോലെ ബിസിനസ് രംഗത്തുള്ള ആളുകളും ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയാതെ പോകുമ്പോൾ അവർ ബഹുദൂരം പിന്നാക്കം പോകും എന്നൊരു വസ്തുത നാം തിരിച്ചറിയണം. 2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന, ഏതാണ്ട് 90% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു നോക്കിയ മൊബൈൽ ഫോണിന്. അവിടെ നിന്നാണ് അത് അങ്ങേയറ്റം കൂപ്പുകുത്തി ഒരു പക്ഷേ 0.1% പോലും മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന, അതിൻ്റെ 2ാം ഘട്ടത്തിലെ വരവിലും
ആദ്യത്തെ വീഴ്ചയെ മറികടക്കുവാൻ നോക്കിയക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നു നോക്കിയയുടെ പതനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന കാരണം? അവർ ടെലിഫോണിൽ വിശ്വസിച്ചു, അതിൻ്റെ സാങ്കേതികത്വത്തിൽ വിശ്വസിച്ചു, അതിൻ്റെ ടെക്നോളജിയിൽ അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ടെക്നോളജി രംഗത്തുണ്ടായ ഒരു സൂക്ഷ്മമായ ഒരു ചെറിയ ചലനം അതിനെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയി എന്നൊരൊറ്റ കാരണമായിരുന്നു നോക്കിയ കീഴ്പോട്ട് പോകാനുണ്ടായിരുന്ന കാരണം. നമുക്കറിയാവുന്നതുപോലെ വ്യാപകമായി വന്ന ആൻഡ്രോയിഡിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അഡോപ്റ്റ് ചെയ്യാൻ നോക്കിയക്ക് കഴിഞ്ഞില്ല. ഈ ഒരൊറ്റ മിസ്റ്റേക്കാണ് യഥാർത്ഥത്തിൽ നോക്കിയക്ക് സംഭവിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കൊഡാക് ഫിലിം, ഹിന്ദു ഫിലിം തുടങ്ങിയിട്ടുള്ള വലിയ ഫിലിം റോഡുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ. എത്രയോ മൾട്ടി മില്യൺ ഡോളറിൻ്റെ ബിസിനസ് നടക്കുന്ന ബോളിവുഡിൻ്റെയും സൗത്ത് ഇന്ത്യൻ മൂവിയുടെയും ഒക്കെ ആ ഒരു ശക്തിയായി ആ ഒരു ഇൻഡസ്ട്രിയെ പുരസ്കരിച്ചുകൊണ്ട് വളർന്നു വന്ന ഈ ഫിലിം റോളുകളുടെ മാനുഫാക്ചേഴ്സ് പൂർണ്ണമായും രംഗത്ത് നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. ചെന്നൈയിലെല്ലാം പോയാൽ കാണാം അവരുടെ ഭാർഗവി നിലയം പോലെ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ അങ്ങനെ അടച്ചു പൂട്ടപ്പെട്ടത് നമുക്ക് കാണുവാൻ കഴിയും. എന്തായിരുന്നു ഈ കമ്പനികളുടെ പ്രശ്നം? എന്തായിരുന്നു? ടെക്നോളജി അടിമുടി മാറി. പിന്നീട് വന്ന സാറ്റലൈറ്റ് സിസ്റ്റം, പിന്നീട് വന്ന ക്യൂബ് തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷനിലേക്ക് ഈ ഒരു കമ്പനിക്കും വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇൻഡസ്ട്രി മറ്റൊരാളുടെ കൈവശത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ റീസൻ്റായി എല്ലാ സെഗ്മെൻറ്റുകളിലും ഇത് കടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ദുബൈയിലോ മറ്റോ ടെസ്ല കാർ ഓടിച്ചിട്ടുണ്ടാകും. ടെസ്ല ഒരു മണിക്കൂറാണ് ഒരു കാറിൻ്റെ നിർമ്മാണത്തിന് ടെസ്ല എടുക്കുന്നത്. അതിൻ്റെ 3D പ്രിൻറ്റിംഗ് മെഷീൻ യൂണിറ്റിൽ, അതിൻ്റെ മാനുഫാക്ചറിങ് സംവിധാനത്തിൽ. ഏതാണ്ട് 3-4 മാസങ്ങൾക്ക് മുമ്പ് വേൾഡ് വൈഡ് ബെൻസ് കാറിൻ്റെ റെക്കോർഡിനെ അത് ബ്രേക്ക് ചെയ്യാൻ ടെസ്ലയ്ക്ക് കഴിഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ഡീസൽ പെട്രോൾ എഞ്ചിനുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു സാങ്കേതിക വിദ്യയാണ് ടെസ്ല മുമ്പോട്ട് വെച്ചത്. അങ്ങനെയാണ് ടെസ്ല രംഗത്തേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം അതിനെ ഓപ്പൺ ടെക്നോളജിയായി വെച്ചിട്ടുണ്ട്. കാരണം ലോകത്തുള്ള ഏതാണ്ട് 2 ബില്യൺ കാറുകൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു കമ്പനിക്ക് മാത്രം അത് സാധ്യമല്ല. അതുകൊണ്ട് അത് ഓപ്പണായാണ് ടെക്നോളജി അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ധാരാളം പ്ലെയേഴ്സ് ഇനിയും കടന്നു വരും. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, സൊസൈറ്റിയിലുണ്ടാകുന്ന ഈ ടെക്നോളജിക്കൽ ചേഞ്ച് അതിനൊരു കോസ്മെറ്റിക് ചേഞ്ച് എന്നുള്ള അർത്ഥത്തിൽ കാണാതെ നമ്മുടെ ബിസിനസ്സിൻ്റെ ആന്തരാത്മാവിനെ, അതിൻ്റെ കോറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് ടെക്നോളജി രംഗത്തുണ്ടാകുന്നത് എന്ന് നാം തിരിച്ചറിയണം. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ ജ്വല്ലറി ഇൻഡസ്ട്രി, അതിൻ്റെ ഒരു 40% കൺട്രോൾ ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സിംഗപ്പൂർ, സ്വീഡൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ അവരുടെ കറൻസിക്ക് എഗെയിൻസ്റ്റായിട്ട് സൂക്ഷിക്കുന്ന സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ പങ്കെത്രയാണോ അതിനേക്കാൾ കൂടുതൽ ആ രാജ്യത്തിലെ ടോട്ടൽ കറൻസിയുടെ സെക്യൂരിറ്റിയായി സൂക്ഷിച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ കേരളത്തിലെ 3 ഗോൾഡ് ലോൺ കമ്പനികളുടെ ഗോൾഡ് ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് പറയുന്നു. ഏതാണ്ട് കണക്കനുസരിച്ച് ഒരു 900 ടൺ ഗോൾഡിൻ്റെ ഫ്ലോട്ടിംഗ് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ വസ്തുത, ഇത്രയും വലിയ ഒരു ഇൻഡസ്ട്രി കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇക്കോണമിയിൽ തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ ടെക്നോളജിയുടെ കടന്നുവരവ്, ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും മെൻറ്ററിങ്ങും യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേരള ഖജനാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര അധികം ടാക്സ് ലഭിക്കുന്ന ഈ ഇൻഡസ്ട്രിയെ
റീറ്റെയിൻ ചെയ്യേണ്ടതും അതിനെ വളർത്തുന്നതിനും ആവശ്യമായിട്ടുള്ള മെൻറ്ററിങ്, സഹായങ്ങൾ, ഗൈഡൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. പൂർണ്ണമായും പ്രൈവറ്റ് നിയന്ത്രിതമായ ഈ ഇൻഡസ്ട്രി മേഖലയിൽ ഇതോടൊപ്പം തന്നെ രണ്ടാമത്തൊരു വാക്യൂം കൂടിയുണ്ട്. അത് കൃത്യമായ ഒരു നോളേജ് ഗ്യാപ്പ് കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ ജ്വല്ലറി രംഗത്ത്. എന്താണ് ഈ നോളേജ് ഗ്യാപ്പ് എന്ന് പറയുന്നത്? ബാംഗ്ലൂരിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്റ്റാർട്ടപ്പ് ഇൻഡസ്ട്രിയുടെ കേന്ദ്രമാണ് ബാംഗ്ലൂർ. കുട്ടികൾ എന്തെങ്കിലും ഒരു എൻജിനീയറിംഗ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ അതിന് വേണ്ട മെൻറ്ററിങ് നൽകാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ പോലുള്ള വലിയ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. നാസ്കോമിൻ്റെ വലിയ സപ്പോർട്ടുണ്ട്, IIMൻ്റെ സപ്പോർട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്വഭാവത്തിൽ കേരളത്തിലെ ഗോൾഡ് ഇൻഡസ്ട്രിയെ ആവശ്യമായിട്ടുള്ള നോളേജ് പ്രൊവൈഡ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ നൽകി അതിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് തക്കതായ ഒരു ഏജൻസിയോ ഒരു നോളേജ് ഡിപ്പാർട്ട്മെൻറ്റോ ഇല്ലാതെ പോയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഈ കാരണം കൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ടെക്നോളജിയുടെ ഒരു അഡോപ്റ്റേഷൻ, ഈ രംഗത്തേക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജിയെ സ്വീകരിക്കുന്നതിൽ കേരളത്തിലെ ജ്വല്ലറി രംഗത്തുള്ള റീറ്റെയിൽ ഷോപ്പുകളാവട്ടെ, ഡിസൈനേഴ്സ് ആവട്ടെ, മാനുഫാക്ചറേഴ്സ് ആവട്ടെ, അവരും വലിയൊരളവോളം ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് കാണുവാൻ കഴിയും. മാക്സിമം പോയാൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു നല്ല ERP സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്നിടത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതാണ് മാക്സിമം. ഇത്തിരി കൂടി കുറച്ചൊക്കെ യങ്സ്റ്റേഴ്സൊക്കെ മക്കളൊക്കെ ഇൻവോൾവ് ചെയ്യുന്നൊരു ബിസിനസ് ആണെങ്കിൽ ഇത്തിരി ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് പോവുക എന്നൊരു ട്രെൻഡ് കൂടെ ഉണ്ട്. അതെല്ലാം വളരെ കോസ്മെറ്റിക് ലെവലിലാണുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കാതലായ സ്വഭാവത്തിൽ ജ്വല്ലറി രംഗത്ത് എങ്ങനെയാണ് ടെക്നോളജിയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുക എന്ന ഒരു സാധ്യതയാണ് ഇവിടെ നാം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായി നമ്മൾ ഒരു ഏതാണ്ട് 4-5 ടോപ്പിക്കുകളിലായിട്ടാണ് ഓടിച്ച് ഈ സെഷനിലൂടെ ഈ ടെക്നോളജി രംഗത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്ന് ബിസിനസ് അനലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ഇതാണ് ഒന്ന്. മറ്റൊന്ന് 3D പ്രിൻറ്റിങ്, മൂന്നാമത്തത് IoT അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, നാലാമത്തത് ഓഗ്മെൻറ്റ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി, അതാണ് 4ാമത്തെ സെഷൻ. 5ാമത്തത് ഹോളോഗ്രാഫിക് ടെക്നോളജി. ഈ 5 മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രസൻറ്റേഷനും അതിനെ തുടർന്നുള്ള ഒരു പാനൽ ഡിസ്കഷനുമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ബിസിനസ് ഇൻ്റലിജൻസ് സൊല്യൂഷൻ. നമുക്കറിയാം, മുമ്പ് ഒരു ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു മാനേജർ എന്നതായിരുന്നു. അദ്ദേഹത്തിന് ഈ രംഗത്തുള്ള ധാരാളം പ്രവണതകളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്കൊരു അസറ്റായിരുന്നു. അതുപോലെ തന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിട്ടുള്ള നോളേജുള്ള ആളുകൾ, എക്സ്പീരിയൻസ്, രണ്ടാമത്തത് നോളേജ്, മൂന്നാമത്തത് ആ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് ഒത്തിരി ഡെവലപ്മെൻ്റ് ഉണ്ടായതുകൊണ്ട് അതിനോടുള്ള അതിശക്തമായ വൈകാരികമായ അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇത് മൂന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സാധാരണ നമ്മുടെ ബിസിനസ്സിൻ്റെ വികാസവും വളർച്ചയും എന്ന് നമുക്ക് കാണാൻ കഴിയും. നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരു മാനേജേഴ്സ് ഈ സെഗ്മെൻറ്റിലൊക്കെ ഉണ്ട്. നല്ല മാനേജേഴ്സിനെ, റീറ്റെയിൽ ഷോപ്പ് നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ആളുകളെ പോച്ച് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ നല്ല പഠിച്ച ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരിക, ഇങ്ങനെയുള്ളൊരു പ്രവണതയുണ്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. എന്നാൽ പുതിയ ടെക്നോളജിയുടെ അതിശക്തമായ ഈ കുതിപ്പിൽ ഈ മൂന്നും ആൾമോസ്റ്റ് അപ്രസക്തമായൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സ്പീരിയൻസ്, നോളേജ്, അതിനോടുള്ള ഇമോഷൻ എന്ന് മൂന്നും കൂടെ ചേർത്ത, പഴയ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ
ഈ 10ാം ക്ലാസ്സും ഗുസ്തിയും എന്ന് പറയുന്ന ഈ മെത്തേഡ് 1-2 വർഷത്തിനുള്ളിൽ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഏതൊരു ഇൻഡസ്ട്രിയും ക്ലോസ് ചെയ്യേണ്ട ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മറിച്ച് എന്താണ് പുതിയ പ്രവണത? 100% ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് ഇൻ്റലിജൻസ് പ്ലാനിങ് സ്ട്രാറ്റജി അത് നമ്മൾ കൊണ്ടുവരണം. അതാണ് ഈ രംഗത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഡാറ്റ? ഞാൻ മിക്ക ആളുകളോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഡാറ്റ എന്ന് പറഞ്ഞാൽ ധാരാളം കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള അവരുടെ ഫോൺ നമ്പർ, അവരുടെ അഡ്രസ്സ്, ഇതാണ് ഡാറ്റ. അത് ഡാറ്റയിൽ 0.0001% മാത്രമാണ് അതുള്ളത്. ഡാറ്റ എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ്. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തൊരു ഇൻഫർമേഷൻ ഉണ്ടോ അതെല്ലാം ഡാറ്റയാണ്. ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ആണ് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയുള്ള സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഡാറ്റ ലളിതമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയും. ഞാനും നിങ്ങളുമൊക്കെ എത്രയോ വർഷങ്ങളായി ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു $1 ഒരു ₹1 അതിനു വേണ്ടി നാം പേ ചെയ്യാറില്ല. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു പൈസയും കൊടുക്കാറില്ല. ഒരു പൈസയും അവർ വാങ്ങുന്ന രീതിയും നമുക്കറിയില്ല. എന്നിട്ടും വേൾഡിലെ ടോപ്പ് 100 കമ്പനികളിൽ ഈ കമ്പനികളായി വരുന്നത് എങ്ങനെയാണ്? എങ്കിൽ ഗൂഗിളിൻ്റെ വരുമാനം എന്താണ്? എങ്കിൽ ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ കമ്പനികളുടെ എല്ലാം ഇൻകം എന്താണ്? നമുക്ക് ഫ്രീ ആയി തന്നതുകൊണ്ട് ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ആവറേജ് ഒരാളുടെ നിത്യജീവിതത്തിൽ 12 hours സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ മൊബൈൽ ഫോണിൽ എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 12 hours. ആപ്പിൾ ഫോണുള്ള ആളുകൾക്കെല്ലാം ആപ്പിൾ ഫോൺ ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് തരുന്നുണ്ട്, അനലിറ്റിക്കൽ റിപ്പോർട്ട് തരുന്നുണ്ട്. ഒരു ദിവസം 7 മണിക്കൂർ വാട്സാപ്പ്, ഇത്ര മണിക്കൂർ ഫേസ്ബുക്ക് റിപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. 12 hours ആണ് നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഇതുവഴി നമ്മൾ ഷെയർ ചെയ്യുന്നത്, കാണുന്നത്, അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്, ഇതെല്ലാം ഒരു ഡാറ്റ പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റയെ അബ്സോർബ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ അതിൻ്റെ സർവീസ് നമുക്ക് ഫ്രീ ആയി തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഡാറ്റ ഇന്ന് അവരുടെ കൈവശമാണ്. പണ്ട് ആരാണോ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഏലവും കുരുമുളകും ഒക്കെ കൊണ്ടുപോയത്, അവർ തന്നെയാണ് ഈ ഡാറ്റയും കൊണ്ടുപോയിട്ടുള്ളത്. ഈ ബിഗ് ഡാറ്റ, അതിൻ്റെ അസറ്റ് അവരുടെ കൈവശമാണുള്ളത്. 2020 ആകുമ്പോഴേക്കും വേൾഡിൽ 40 zettabyte ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഹ്യൂജ് ഡാറ്റ, ഈ പ്രപഞ്ചത്തോളം വിശാലമായ ഡാറ്റ. ഈ ഡാറ്റ ആരുടെ കൈവശമാണോ ഉള്ളത് അവരുടെ കൈവശമാണ് വേൾഡിൻ്റെ മണി പവർ, അവരുടെ കൈവശമാണ് വേൾഡിൻ്റെ പൊളിറ്റിക്കൽ പവർ ഉണ്ടാകുന്നത്. ഈ ഡാറ്റയാണ് അസറ്റ്. ഈ ഡാറ്റ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകിയാണ് അവർക്ക് $1 billion അവർ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്യോർലി ഡാറ്റയ്ക്ക് വേണ്ടി. ഏതാണ്ട് ഒരു മാസം മുമ്പ് നമ്മളെല്ലാം ഒരു പക്ഷേ ഫേസ്ബുക്കിൽ കുറേ ആളുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാകും. 10-year ചാലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട്. 10 years മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ചിത്രം പോസ്റ്റ് ചെയ്യൂ, 10 years ശേഷം നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ചിത്രം പോസ്റ്റ് ചെയ്യൂ. രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടായി? ഈ വ്യത്യാസം അസസ് ചെയ്യുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ഫേസ്ബുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി, തങ്ങളുടെ അൽഗോരിതം ശരിയായിരുന്നോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ആ ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാം സന്തോഷപൂർവ്വം അതിൽ പങ്കെടുത്തു. അത് റോങ് ആയൊരു കാര്യമൊന്നുമല്ല. എങ്കിലും ഇങ്ങനെ ഈ ഡാറ്റ കളക്ട് ചെയ്ത് അവർക്കാണ് ഇന്ന് നന്നായിട്ട് അറിയുന്നത്. ഇന്ത്യയുടെ കൃത്യമായ ഡെമോഗ്രാഫിക് കണക്കുകൾ അവർക്കറിയാം. ഇന്ത്യയുടെ എക്കോണമിയുടെ ട്രെൻഡ് അവർക്കറിയാം. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പൾസ് പോലും അവർക്കറിയാം. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഈ ഡാറ്റ വാങ്ങുന്നു അവരുടെ പൊളിറ്റിക്കൽ പ്ലാനിങ്ങിന് വേണ്ടി.
ബിസിനസ് രംഗത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 1 വർഷം പ്രായമായ ജ്വല്ലറി ഉണ്ടാവും ഇവിടെ, 25-30 വർഷം അതിന് മുകളിലുമൊക്കെ പ്രായമായിട്ടുള്ള ജ്വല്ലറികൾ ഉണ്ടാകും. നിങ്ങൾ ജ്വല്ലറിയിൽ ഇൻവോൾവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന വെണ്ടറുണ്ട്, നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടുപോയിട്ടുള്ള എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ട്, നിങ്ങൾ ടി വിയിലും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും നടത്തിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, നിങ്ങളുടെ ERP സൊല്യൂഷനുള്ള ധാരാളം ഡാറ്റാബേസിലുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്, നിങ്ങളുടെ ഷോപ്പിലുള്ള CCTV ക്യാമറ ഒപ്പിയെടുത്തിരിക്കുന്ന ഫോട്ടോയിലുമുണ്ട് ഡാറ്റ. ഈ ഡാറ്റ നിങ്ങളുടെ ബിസിനസ്സിന് ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഡാറ്റയെക്കുറിച്ചാണ് നമ്മൾ ഡാറ്റ ഡ്രിവൺ സൊല്യൂഷൻ എന്നോ ബിസിനസ് ഇൻ്റലിജൻസ് ഡാറ്റ എന്നോ പറയുന്നത്. ഈ ഡാറ്റയെക്കുറിച്ചാണ്. ഈ ഡാറ്റയ്ക്ക് ഒത്തിരി പവറുണ്ട്. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം തന്നെ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഡാറ്റയെ അസറ്റായി കണക്കാക്കിയിട്ടുള്ളത് ഇൻഫോസിസ് ആണ്. എങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ കുറേ കാര്യങ്ങളെ നമ്മളിങ്ങനെ അക്കുമുലേറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ജ്വല്ലറിയുടെ സൈസ് അനുസരിച്ച് നമ്മുടെ കൈവശവും ഒരു ഡാറ്റയുണ്ട്. ഈ ഡാറ്റയെ എടുത്ത് ബിസിനസ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇതിൽ പ്രധാനമായും ഡാറ്റ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ഡാറ്റ ഉണ്ട്. ഒന്നാമത്തത് നമ്മളതിനെ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ. എന്താണ് ഇപ്പോൾ നമ്മുടെ കമ്പനി എന്നതിനെക്കുറിച്ചുള്ള ഒരു ധവളപത്രം തയ്യാറാക്കാൻ അത് സഹായിക്കും. നമ്മൾ വിചാരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഇൻവോൾവ് ചെയ്യുന്നതാണ്, എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ നമ്മുടെ അറിവും പരിചയത്തിനുമൊക്കെ അപ്പുറം അതിന് ഭയങ്കര പ്രൂണിങ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യ സഹജമായ അറിവുകൾക്ക്. എന്നാൽ AI സൊല്യൂഷൻ ഉപയോഗിച്ച്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഈ ഡാറ്റയുടെ ഉള്ളിൽ അതൊരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി എന്നത് കാണിച്ചു തരും. ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് UAE-യിൽ 40 വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന അൽമനാമ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരിക്കലും അത് സംഭവിക്കാൻ പാടുണ്ടായിരുന്നില്ല. എത്രയോ വലിയ പണം മുടക്കിയ 40 വർഷത്തോളമായ ഒരു കമ്പനി പൂട്ടുക എന്ന് പറഞ്ഞാൽ ആർക്കും നെഞ്ചിടിപ്പുണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടാമത്തത്, അത് അവിടുത്തെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്, ഒരു റോങ് ഇംപ്രഷനാണ്. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല വാർത്തയല്ല. പക്ഷേ അത് സംഭവിച്ചു. അതിന് മിസ്മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ ജനറലി പറയും, അതല്ലെങ്കിൽ അല്ലറ ചില്ലറ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില മിസ്റ്റേക്സ് ഒക്കെ ചെയ്തു എന്ന് നമ്മൾ പറയും. ഇതെല്ലാം കണ്ടുപിടിക്കാൻ കഴിയും നമുക്ക് ഡാറ്റ അനലിറ്റിക്കൽ സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ. ഈ നിജസ്ഥിതി ഏത് സമയത്തും നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള നിജസ്ഥിതി നമ്മുടെ കൈവശമുണ്ടാകും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റീവ് ഡാറ്റ എന്ന് പറയുന്നതാണ്. പ്രെഡിക്റ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിൻ്റെ നമ്മുടെ വ്യത്യസ്തങ്ങളായ ഡാറ്റ കൈവശം വെച്ച് അടുത്ത വർഷം, അടുത്ത 5 വർഷം, അടുത്ത 10 വർഷം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബിസിനസ് എങ്ങോട്ട് പോകുമെന്ന് 100% പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവില്ലേ, നാളെ എന്തായിരിക്കും എൻ്റെ ബിസിനസ് എന്നറിയാൻ. ഇതിന് നിങ്ങളൊരു ജ്യോത്സ്യനെ സമീപിക്കേണ്ടതില്ല. ഇതിന് നിങ്ങൾ ആരോടെങ്കിലും ഒരു പ്രവചനക്കാരൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ടതല്ല. ടെക്നോളജി ഇന്ന് അതിന് സഹായകമാണ്. 100% അക്യുറസിയോട് കൂടി ഇതായിരിക്കും 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഡാറ്റ അനലിറ്റിക്സ് നടത്തിയാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഇതിനാണ് പ്രെഡിക്റ്റീവ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് പ്രിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ എൻ്റെ നിജസ്ഥിതി, അടുത്ത 5 വർഷം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്, പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് നിങ്ങൾ ടിനിസാറിനോട് ചോദിച്ചത് മുഴുവൻ അതാണ്. അപ്പോൾ ഞങ്ങൾ അതെന്ത് ചെയ്യണം, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ടിനിസാറ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ അറിവും അദ്ദേഹത്തിൻ്റെ പരിചയവും വെച്ച് മറുപടി തന്നു. എന്നാൽ ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം, ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം 100% മിസ്റ്റേക്ക് ഇല്ലാണ്ട് അതിന് ഇതേ ഡിസിഷൻ തരാൻ കഴിയും എന്നുള്ളതാണ്. ഇതാണ് പ്രിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്.
നമ്മുടെ ബിസിനസ്സിൽ എന്തു ഡിസിഷൻസ് നമ്മൾ എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്കിനെ കുറിച്ച്, നിങ്ങൾ ഓൾഡ് കോയിൻ സ്വർണം ഉരുക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ പുതിയ മാർക്കറ്റ് ബജറ്റിനെ കുറിച്ച്, ഇൻറ്റീരിയറിൻ്റെ കോസ്റ്റിനെ കുറിച്ച്, എംപ്ലോയീസിൻ്റെ സാലറി പ്ലാനിങ്ങിനെ കുറിച്ച്, ആർക്ക് പ്രൊമോഷൻ വേണം, എത്ര ആളെ പറഞ്ഞയക്കണം, ഇതെല്ലാം ബിസിനസ്സിൽ ഡിസിഷൻസാണ്. ഈ ഡിസിഷൻസിനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാനേജർ പറഞ്ഞതുകൊണ്ട് നമ്മൾ അയാൾ ഒഴിവാക്കി, അല്ലെങ്കിൽ അയാൾ എടുത്തു. അതല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് അയാൾ വർക്ക് ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അയാൾ പുറത്താക്കി. അതല്ലെങ്കിൽ എൻ്റെ അറിവനുസരിച്ച് ഇതല്ല അതിൻ്റെ ശരി എന്നതുകൊണ്ട് ഞാൻ ഇന്ന നിലപാടെടുത്തു. ഇതിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെയാണ് ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ് സഹായകമായിട്ട് വരുന്നത്. ഈ കാരണം കൊണ്ടാണ് ലോകത്ത് ഇന്ന് ഓയിൽ എക്കോണമിയിൽ നിന്ന് ഡാറ്റ എക്കോണമിയിലേക്കാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രവചിക്കുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. ഈ സാധ്യത നല്ലൊരളവോളം ബിസിനസ്സിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയണം. ജ്വല്ലറി സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാറ്റ അനലിറ്റിക്സ് വളരെയധികം സഹായകം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജ്വല്ലറി സെഗ്മെന്റിൽ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ പോലെ ഒരു 20 വയസ്സായ ഒരു പെൺകുട്ടിയെ, ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ഉദാഹരണം എടുക്കുക, ഒരു MBBS കഴിഞ്ഞ കുട്ടി, അതല്ലെങ്കിൽ മിനിമം ഒരു MBA എങ്കിലും കഴിഞ്ഞിട്ടാണ് കുട്ടികൾ വരുന്നത്. ഈ കുട്ടീനെ കല്യാണം കഴിച്ച് അയക്കുന്ന സമയത്ത് മുമ്പത്തെ പോലെ അരഞ്ഞാണം കെട്ടി ഇത്ര വലിയ സ്വർണത്തിൻ്റെ അലങ്കാര ചാർത്തകളൊക്കെ വെച്ച് ഒരു കുട്ടിയും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണിത്. ഈ സ്റ്റൈലിൽ വന്നിരിക്കുന്ന ചേഞ്ച് മാർക്കറ്റിനെ എത്ര എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള സ്റ്റൈലിൻ്റെ ട്രെൻഡ് എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുക? നമ്മൾ മൊത്തത്തിൽ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു മാറ്റമുണ്ട്, പിന്നെ ആ ജ്വല്ലറിക്കാരൻ അതപ്പോൾ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടെ ഒന്നും ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഏതാണ്ട് വളരെ ടിപ്പിക്കലായിട്ടുള്ള മെത്തേഡിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പക്ഷേ ഇത്രയും കാലം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് തന്നിരിക്കുന്ന ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. നമ്മളതൊക്കെ അങ്ങനെ വലിയൊരു കാര്യമൊന്നും കാണാണ്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ സെയിൽസ്മാനും മാർക്കറ്റിംഗ് മാനേജറും ഒക്കെ തന്നിരിക്കുന്ന റിപ്പോർട്ടൊക്കെ നമ്മളങ്ങനെ അട്ടിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ സോഫ്റ്റ് കോപ്പിയാക്കി ടെക്നോളജിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി അൽഗോരിതം ക്രിയേറ്റ് ചെയ്യും. ഏതാണ് വേണ്ടത്, വേണ്ടാത്തത്, എന്ത് സമീപനം എടുക്കണം എന്നതിനുള്ള ഒത്തിരി ഇൻഫർമേഷൻ അത് തരും. അതുപോലെ തന്നെ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ എന്താണോ, ടിനി സാറിനോട് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എന്താണോ, അതിൻ്റെ എല്ലാം ടെക്നോളജിക്കൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഡാറ്റ അനലിറ്റിക്സിലൂടെ കിട്ടുമെന്നുള്ളതാണ്. വിച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പ്രിഫർ വിച്ച് സ്റ്റൈൽ ആൻഡ് ഡെമോഗ്രാഫിക് വൈസിലുള്ള ഡിഫറൻസ് ഉണ്ടാകും. നമ്മുടെ നാട്ടിലറിയാം, വ്യത്യസ്ത ജാതി മത അതുപോലെ തന്നെ വ്യത്യസ്ത എക്കണോമിക്കൽ ഫാക്ടറിലുള്ള വ്യത്യസ്ത ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ സ്പെസിഫിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ദ ലൊക്കേഷൻ ഓഫ് ലോയൽ ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമർ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കാലിക്കറ്റ് ഭാഗത്തിരിക്കുന്ന ആൾക്കറിയാം, പേരാമ്പ്ര ഭാഗത്തുനിന്ന് വരുന്നവർ, അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് എന്താ പറയുക, നമ്മുടെ കോഴിക്കോട് സെൻട്രലിൽ നിന്ന് വരുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഏതാണ്ടൊരു കാൽക്കുലേഷൻ നമുക്കുണ്ടാകും. ഇതിന് കൃത്യമായ ധാരണകളില്ല. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പ്രൊമോഷണൽ ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുന്നത്? ഓവറാൾ ഉള്ള ഏതാണ്ടൊരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ആക്യുറേറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഡാറ്റ അനലിറ്റിക്സിലൂടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇങ്ങനെ ഈ സ്വഭാവത്തിൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന, ഇനി അതിൻ്റെ ഒരു പാനൽ ഡിസ്കഷൻ, അതിൻ്റെ ഫർദർ ഡിസ്കഷൻ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ്. പൂർണ്ണമായും നിങ്ങളുടെ കൈവശമുള്ള ഡാറ്റ, ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ബിസിനസ് പ്ലാൻ ചെയ്യാം. ഇതിന് പുറമെ എക്സ്റ്റേണൽ ഡാറ്റയെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഡാറ്റയുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് സ്ക്രാപ്പ് ചെയ്തെടുക്കാവുന്ന ഡാറ്റയുണ്ട്. ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ഡിസൈൻ, അതിൻ്റെ സ്റ്റോക്ക്, ഇതിൻ്റെ പ്രൊമോഷൻ എല്ലാം പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് ഡാറ്റയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്കിപ്പ് ഇറ്റ്. ഓക്കെ, അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഡിസ്കഷൻ സമയത്ത് നമുക്ക് കവർ ചെയ്യാം. രണ്ടാമതായിട്ട് നിങ്ങളോട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു ഭാഗം 3D ഹോളോഗ്രാഫിക് ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻ എന്നാണ്. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, നേരത്തെ പറഞ്ഞ ഭാഗമല്ല.
ഇതെന്തിനാണ് സഹായിക്കുന്നത്? നമുക്ക് നമ്മുടെ ജ്വല്ലറിയിൽ കടന്നു വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എത്രയോ ലക്ഷങ്ങൾ മുടക്കി ഇൻറ്റീരിയർ വെക്കുന്നതും ഓരോ സീസണോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ എന്താ പറയുക മോഡലുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഷോപ്പിൻ്റെ മുമ്പിലൊക്കെ വെക്കുന്നത് നമ്മളുടെ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് വളരെ ബ്രില്യൻ്റായി ആളുകൾക്ക് അത് കണ്ട് എടുക്കണമെന്ന് തോന്നുന്ന സ്വഭാവത്തിൽ അവിടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം. ഇതിനപ്പുറം മിക്ക ഷോപ്പുകളിലും പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് മോഡൽസ് ആയിട്ടൊക്കെ നിർത്തിയിട്ടുമൊക്കെ ഇതിനെ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇതിനെ വളരെ എഫക്റ്റീവായി ചെയ്യാവുന്ന ഒരു ടെക്നോളജിയാണ് ഹോളോഗ്രാഫിക്. നമ്മൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ആ പ്രൊഡക്റ്റിനെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ആ ഒരു പ്രോഡക്റ്റിലൂടെ നിങ്ങൾക്ക്, ആ ഒരു പ്രസൻറ്റേഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കോംപ്രിഹെൻഡ് ചെയ്യാൻ ഒന്ന് വാക്കുകളിലൂടെ, മറ്റൊന്ന് ശബ്ദങ്ങളിലൂടെ, മറ്റൊന്ന് കാഴ്ചയിലൂടെ. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഹോളോഗ്രാഫിക് ടെക്നോളജി. ഇത് ആളുകൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തി ഒത്തിരി സാധനങ്ങൾ അവിടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. ഷോപ്പിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു ഉദാഹരണം, ഒരു സീസണിൽ ടു മച്ച് ക്രൗഡ് വരുന്ന ഒരു സീസൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഓരോ ആൾക്ക് വേണ്ടിയും നിങ്ങൾ ഇതുവരെ ഡാറ്റ എടുത്ത് പരിശോധിച്ചു, നിങ്ങൾ CCTVയിലെ ഡാറ്റ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഒരു കസ്റ്റമറുടെ പിന്നിൽ ഷോറൂമിൽ ഒരു ദിവസം 100 വാക്കിനുള്ളൊരു ഷോപ്പാന്ന് വെച്ചോളൂ. ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മുടെ സെയിൽസ്മാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ സ്പെൻഡ് ചെയ്തിട്ട് അവർ പോകുന്ന സമയത്ത് അവർ ഹാപ്പിയാണോ? നമ്മൾക്ക് ഒപ്റ്റിമൽ ബിസിനസ് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും പീക്ക് സീസണിൽ ഒരു ജ്വല്ലറി റൺ ചെയ്യണമെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ്, ആ സമയത്തിനെ 100 കസ്റ്റമറെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയവുമായി തുലനം ചെയ്യുമ്പോൾ അന്നത്തെ ബിസിനസ് ലാഭകരമായിരുന്നോ നഷ്ടമായിരുന്നോ നമുക്കറിയില്ല. ഇവിടെ ഒരു പ്രോസസ്സ് ആദ്യം തന്നെ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും ഹോളോഗ്രാഫിക് പ്രസൻറ്റേഷനിലൂടെ. ഒട്ടുമിക്കാലും അതിൻ്റെ കിയോസ്കിൽ പോയി അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ ഫുഡ് എന്തിനാണ് ഇങ്ങനെ ചോയ്സ് വെച്ചിരിക്കുന്നത്? വ്യത്യസ്ത ടേസ്റ്റും അഭിരുചിയുമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതിനെ നമ്മൾ ഒരു പ്ലേറ്റിൽ കൊണ്ടുപോയി സെർവ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ അതിനെ ബൊഫേ ആയി വെച്ചിരിക്കുകയാണ്. ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഇഷ്ടമുള്ള സാധനം എടുക്കാം. ഈ ഒരു ഓട്ടോണമി നമ്മുടെ ജീവിതത്തിൽ എല്ലാ സെലക്ഷനും നമുക്കുണ്ട്. എന്നാൽ ഇത്രയും വൃത്തിയായി ഇത് ഒരു പക്ഷേ നല്ലൊരളവോളം വസ്ത്രം വിൽക്കുന്ന ഷോപ്പുകളിലുമുണ്ട്, സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ ഉണ്ട്. നമ്മളെല്ലാം അതിൻ്റെ ആ ഒരു കംഫേർട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. ജ്വല്ലറിയിൽ ഈ അർത്ഥത്തിലൊരു കംഫേർട്ട് ഒരു കസ്റ്റമർക്കുണ്ടോ? കൊണ്ടുവരാൻ കഴിയുമോ? എന്താണ് അതിൻ്റെ സാധ്യത? ഒത്തിരി ഡിസ്കഷൻ ആവശ്യമുള്ള സാധനമാണ്. അയാളുടെ ഒരു ഓട്ടോണമി എന്ന് പറയുന്ന ഒരു ഇതില്ലേ, എല്ലാ ആളുകളും ഒരുപോലെ അല്ല. അപ്പോൾ ഒരു വെഡിങ് പാർട്ടി വരുന്ന സമയത്ത് ഗ്രാൻഡ് ഫാദറും ഉണ്ടാകും, ഗ്രാൻഡ് മദറും ഉണ്ടാകും, അതേ സമയത്ത് +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടിയും ഉണ്ടാകും. ഇവരുടെ ഇടയിൽ നിന്നാണ് ഒരു കസ്റ്റമർ, അയാൾ ഒരു അക്രോബാറ്റിക് ജിംനാസ്റ്റിക്കിനെ പോലെ പണിയെടുക്കണം ഇവരുടെ എല്ലാവരുടെയും ഇമോഷനെ കൺട്രോൾ ചെയ്തിട്ട്. പിന്നീട് ലാസ്റ്റ് അവിടെ ഷോപ്പിലെ മാനേജറുടെ ഒബ്സർവേഷൻ ഉണ്ടാകും, ഒത്തിരി അസസ്മെൻറ്റുകളും നടക്കും. വല്ലാത്തൊരു മാനസികമായ ഒരു ടെൻഷനാണ്. ബ്യൂട്ടിഫുള്ളായ ഒരു ലോബി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. അവർക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓട്ടോണമി അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കട്ടെ. അവർക്ക് സെലക്ട് ചെയ്യാം. ഓരോന്നും മാറി 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 വെച്ച് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഹോളോഗ്രാഫിക് ടെക്നോളജി വലിയ സഹായകമാണ്. അത് തന്നെ ഒരു സാധനത്തിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെ ഒറിജിനലിനെ വെല്ലുന്ന ഹൈപ്പർ റിയാലിറ്റിയായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ സംവിധാനമാണ് ഹോളോഗ്രാഫിക് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെമോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാകും. ഓക്കെ, അടുത്തത് നമ്മൾ ഉള്ളത് നമ്മുടെ വിർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ ഓഗ്മെൻറ്റ് റിയാലിറ്റി, അതുപോലെ മിക്സഡ് റിയാലിറ്റി എന്ന് പറയുന്ന ടെക്നോളജിയാണ്. നമുക്കറിയാം അവിടെ 3 ചിത്രങ്ങൾ കാണുന്നുണ്ട്. ആദ്യത്തേത് ഓഗ്മെൻറ്റ് റിയാലിറ്റി. ഇത് വെക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ആ ഡിവൈസ് ഒറിജിനലിനേക്കാൾ കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നത്. മറ്റത് നമുക്ക് ഷോറൂമിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ തിയേറ്റർ പോലെ ക്രിയേറ്റ് ചെയ്ത് ആ തിയേറ്ററിലെ മുഴുവൻ പ്രൊഡക്റ്റിനെയും ഒരു മാരേജിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്ന് ബ്രൈഡ് നടന്നു വരുമ്പോൾ കാണുന്നത് പോലെ കാണാനുള്ള കണ്ടന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇത് രണ്ടും കൂടെ ചേർത്തുള്ളതാണ് മിക്സഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഇവിടെ കടന്നു വരുന്നുണ്ട് ഈ പ്രസൻറ്റേഷന് ശേഷം. ഓക്കെ, അതിൽ പെർട്ടിക്കുലർലി
നമ്മളിങ്ങനെ പോയി ഒരു ഫേസ്, ഒരു മിററിനെ പോലെ നമ്മളതിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവളുടെ ഫേസ് ആ പർട്ടിക്കുലർ കോളത്തിനുള്ളിൽ വരുന്നു. എന്നിട്ട് താഴെ ഇങ്ങനെ കാറ്റലോഗ് പോലെ വ്യത്യസ്തങ്ങളായ മോഡലുകളുണ്ട്. ഒരു ഉദാഹരണത്തിന് എന്താ പറയുക, ഒരു ഇയറിങ് ഒരു 50 മോഡലുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് എടുത്ത് ഒന്നിനെ ക്ലിക്ക് ചെയ്തിട്ട് വലത് കാതിലിടുന്നു. അവൾക്ക് തന്നെ നോക്കാം ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത് ശരിയായില്ല, അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാം, അടുത്തതിനെ നോക്കാം. അന്നേരം അവളുടെ ഫേസിൽ അതിങ്ങനെ മാറി നമുക്കിങ്ങനെ ധരിച്ച് ഓരോന്നിനെയും ഓരോരുത്തർക്കും സെൽഫായിട്ട് എൻജോയ് ചെയ്ത് അതിനെ ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിയും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സെയിൽസ്മാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡ് വന്ന് ഹെൽപ്പ് ചെയ്യുന്നത് പോലെ അവിടെ ഉണ്ടാകുമ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു അവിടെ എന്നുള്ളതാണ്. ഷോപ്പിലേക്ക് വന്നിരിക്കുന്ന ഒരു ബയറെ 4 ഭാഗത്തു നിന്നും ക്രോസ് ചെയ്ത് അവരെ കഷ്ടപ്പെടുത്തുന്നതിന് പകരം അവരുടെ ഒരു ചോയ്സ്, അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം നൽകുകയും വളരെ ബ്യൂട്ടിഫുള്ളായി വ്യത്യസ്തങ്ങളായ കളക്ഷൻ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം AR VR വെർച്വൽ റിയാലിറ്റിയിലൂടെ നമുക്ക് ഷോറൂമിൽ കൊണ്ടുവരാൻ കഴിയും. അടുത്തത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ നാലാമത്തെ ഒരു സബ്ജക്റ്റാണ് നമുക്ക് 3D പ്രിൻറ്റിംഗ് ഇൻ ജ്വല്ലറി. ഇവിടെ മാനുഫാക്ചേഴ്സും ഡിസൈനേഴ്സും ഒക്കെ ഉണ്ടാകും. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ധാരാളം ആളുകളെ കൊണ്ടുവന്നിങ്ങനെ ഇരുത്തി വലിയൊരു പ്രോസസ്സാണ് നമ്മുടെ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഊതിക്കാച്ചിയ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഇന്ന് CNC ക്യാം മെഷീൻസാണ് മിക്ക സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇതിലെ ഒരു 60% അല്ലെങ്കിൽ 50% പ്രോസസ്സും കട്ട് ചെയ്ത് നേർക്ക് നേരെ അയാൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു ജ്വല്ലറി അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് 3D പ്രിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത. ഏതാണ്ടും ഇത്തിരി സമയം കൊണ്ട് ഡിസൈനും എന്തുമാകാം. അങ്ങനെ വരുമ്പോൾ ആ ഡിസൈൻ ചെയ്ത ഒരു ജ്വല്ലറി ലോകത്ത് ഒന്നേ ഉണ്ടാവൂ. അതാണ് അതിൻ്റെ പ്രത്യേകത, ഹൈലി കസ്റ്റമൈസബിൾ. രണ്ടാമതൊരാൾക്ക് ആ ഡിസൈൻ ഇല്ല. പല ആളുകൾക്കും പല ഇമോഷൻസിനെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അവർക്ക് പറ്റുന്ന താല്പര്യങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഓക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകാം. അതിൻ്റെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ്. മറ്റൊന്ന് IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ലോകം മുഴുവൻ പരസ്പരം കണക്റ്റഡ് ആകുന്ന AI പോവുകയാണ്. ഈ സന്ദർഭത്തിൽ ജ്വല്ലറി സെഗ്മെൻറ്റിൽ എങ്ങനെയാണ് നമുക്ക് IoT കൊണ്ടുവരാൻ കഴിയുക? ഒത്തിരി ചാൻസസ് ഉണ്ട്. 1-2 ഇൻഡിക്കേറ്റർ മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. പല എക്സിബിഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പെൻഡൻറ്റ്സ്. ഈ പെൻഡൻറ്റിൽ എന്തെങ്കിലും അർത്ഥത്തിലുള്ള അവരുടെ എന്താ പറയുക ഒരു ട്രബിളിൽ ഈ പെൺകുട്ടി പെടുന്ന അവസരത്തിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അവൾ പ്രീസെറ്റ് ചെയ്തിരിക്കുന്ന എവിടേക്കാണോ മെസ്സേജ് പോകേണ്ടത്, ഫാദർ, ഹസ്ബൻഡ്, പോലീസ് സ്റ്റേഷൻ, എങ്ങോട്ടാണോ മെസ്സേജ് പോകേണ്ടത് അങ്ങോട്ട് പോയിട്ടുണ്ടാകും. ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഇത്. പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. സ്വർണത്തിനെ സ്വർണമായി മാത്രം സമീപിക്കുന്ന ഒരു മെത്തേഡാണ് നമുക്കുണ്ടായിരുന്നത്. സ്വർണത്തിൻ്റെ ഉള്ളിൽ ടെക്നോളജി എന്ത് അളവിൽ നമുക്ക് കൊണ്ടുവരാം, വലിയൊരു സാധ്യതയാണത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൂ മച്ച് ഒരു 1 kg ഒക്കെ സ്വർണം കല്യാണത്തിൻ്റെ ദിവസം ധരിക്കുക എന്ന് പറയുന്നൊരു ട്രെൻഡിനോട് ആളുകൾക്ക് ഇഷ്ടമില്ല ഇപ്പോൾ. അതേ സമയത്ത് വളരെ ബ്രില്യൻ്റായ ഒരു IoT എനേബിൾഡ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഒരു 1 kg സ്വർണം പിതാവ് കല്യാണം നടക്കുന്ന ദിവസം മകൾക്ക് സമ്മാനമായി കൊടുത്തോട്ടെ. അതിൽ പക്ഷേ ഇത്തിരി പല അർത്ഥത്തിലുള്ള യൂട്ടിലിറ്റി ഉള്ള IoT ആപ്ലിക്കേഷനും കൊണ്ടുവന്ന് കാണാൻ വളരെ മനോഹരമായ വൃത്തിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എന്നാൽ അതിൽ ഇത്തിരി ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ അതിൽ കൊണ്ടുവരാം. ഒത്തിരി പ്രൊഡക്റ്റുകൾ ഈ ഇനത്തിൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമുക്ക് ഈ കാഞ്ചീപുരം പട്ടുസാരി നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കാഞ്ചീപുരം പട്ടുസാരിയിൽ ഇവിടെ ഇങ്ങനെ ഒരു ഞൊറിയായിട്ട് ഒരു സ്വർണ്ണ നൂലുകൾ വെക്കുന്ന ഒരു പ്രവണത എല്ലായിടത്തും ഉണ്ടായിരുന്നു. പണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ സാരികളിലൊക്കെ. എന്തിനാണ് ഈ സ്വർണം വെക്കുന്നത്? ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു സാധനമാണ് മെറ്റൽസ്. മെറ്റലാകുമ്പോൾ പിന്നെ ഇരുമ്പോ അലുമിനിയോ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മനോഹരമായ സ്വർണത്തിൻ്റെ തന്നെ നൂലുകൾ കൊണ്ട് ഇത് പണിയുന്നത്. ഇതൊരു ബോഡി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രവണതയാണ്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ രാത്രി എയർ കണ്ടീഷൻ ഓൺ ചെയ്ത് കിടന്നു.
കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ടൂ മച്ച് കോൾഡാണ്. പിന്നെ എഴുന്നേറ്റ് പോയിട്ട് ഓഫാക്കുകയോ അല്ലെങ്കിൽ റിമോട്ട് ഉപയോഗിച്ച് ചെയ്യുകയൊക്കെ ചെയ്യണം. എന്നാൽ ഒരു ജസ്റ്റ് ഒരു തോട്ട്, ഇത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, എങ്ങനെയാണ് സാധ്യതകൾ, നിങ്ങൾക്കാണ് ഇതിൻ്റെ 1000 ടൈം വ്യത്യസ്തമായ മോഡലുകൾ ഡിസൈൻ ചെയ്യാൻ അറിയുക. ഞാനൊരു ജസ്റ്റ് ഒരു തോട്ട് മാത്രം പറയുന്നതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റിന് 2 ക്രോസിലും വളരെ മാറ്റു കുറഞ്ഞ സ്വർണത്തിൻ്റെ നൂലുകൾ കൊണ്ട് 2 ലൈനുകൾ കൊടുക്കുന്നു. ഒരു ബട്ടൻ്റെ 5-1 സൈസ് വലിപ്പമുള്ള ഒരു ചെറിയ സെൻസർ ബട്ടൺ ആ ബ്ലാങ്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറും റൂമിൻ്റെ ടെമ്പറേച്ചറും മെഷർ ചെയ്ത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അങ്ങനെ 100% എയർ കണ്ടീഷനോട് അഡാപ്റ്റീവ് ആയ ബ്ലാങ്കറ്റ് നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ഇങ്ങനെ വരുന്ന സമയത്ത് എത്രയോ കിലോ കണക്കായ എന്നാൽ വളരെ മാർജിൻ കുറഞ്ഞ സാധനം ഡിസൈൻ ചെയ്യാം. ഇങ്ങനെ ഒത്തിരി ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്ന, IoTയെ ഉപയോഗിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സെഗ്മെൻ്റാണ് IoT ആപ്ലിക്കേഷൻ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലുള്ളത്.